everyone, welcome back. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ln x ആൻഡ് log x. സോ log x എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ലോഗരിതം. ln x എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാറുള്ളൊരു കാര്യമാണ് എന്താണ് ഈ log xും എന്താണ് ln x എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചില ക്വസ്റ്റ്യനിൽ ln x യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ചില ക്വസ്റ്റ്യനിൽ ലോഗാണ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചൂസ് ചെയ്യുന്നത്, ഇതെന്താണ് ഇത് തമ്മിൽ വ്യത്യാസം, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ log x എന്ന് പറഞ്ഞാൽ കോമൺ ലോഗരിതം വിച്ച് ഹാസ് എ ബേസ് ഓഫ് 10. ഇതിൻ്റെ ബേസ് എന്തായിരിക്കും? 10 ആയിരിക്കും. ഇനി ln ആണെന്നുണ്ടെങ്കിലോ lnൻ്റെ ബേസ് e ആയിരിക്കും. അതായത് നമുക്ക് log x ഈക്വൽ ടു y എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർമുല ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? x is equal to 10 raised to y എന്ന് കൊടുക്കാം. ഇനി ln x is equal to y ആണെന്നുണ്ടെങ്കിലോ അപ്പോൾ ഇവിടെ എന്താ വരിക? x is equal to e raised to y. ഇത് രണ്ടും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അവിടെ log x വേണോ അല്ലെങ്കിൽ ln x വേണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് സയൻസ് അല്ലെങ്കിൽ ബേസിക് ആൾജിബ്രായിക് പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ ലോഗരിതമാണ് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഹയർ മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസോ വരികയാണെന്നുണ്ടെങ്കിൽ ln x അല്ലെങ്കിൽ നാച്ചുറൽ ലോഗരിതമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെ വിചാരിച്ചോ, 7 raised to x is equal to 70 എന്ന് പറഞ്ഞിട്ടൊരു പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് കാണണം നമുക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമുക്കിവിടെ രണ്ട് സൈഡിലും ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഞാനിവിടെ കോമൺ ലോഗരിതം കൊടുക്കണം. log 7 raised to x is equal to log 70 എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് കോമൺ ലോഗരിതം വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ല നാച്ചുറൽ ലോഗരിതം വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം എന്താണ്? നമ്മൾ രണ്ട് സൈഡിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ബേസ് ഏത് വന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ആൻസർ എങ്ങനെ കിട്ടുക? ഇതിന് നമ്മൾ ഒരു റൂൾ ഉണ്ട് അല്ലേ, ഇങ്ങനെ ഒരു റൂളില്ലേ, log a raised to x is equal to എന്താണ്? x log a എന്ന് പറഞ്ഞിട്ടൊരു റൂളില്ലേ. സോ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. x ഇൻറ്റു log 7 ഈക്വൽ ടു log 70 എന്ന് കിട്ടും. സോ x is equal to log 70 divided by log 7 ഈക്വൽ ടു എന്ത് വരും? കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ 2.183 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആണേ, ഇങ്ങനെ കിട്ടി. ഇവിടെ നമുക്ക് നാച്ചുറൽ ലോഗരിതം വേണമെങ്കിൽ യൂസ് ചെയ്യാം. നാച്ചുറൽ ലോഗരിതം യൂസ് ചെയ്താൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 2.183 തന്നെയാണ് കിട്ടുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, e raised to x ഈക്വൽ ടു 50. ഫൈൻഡ് എക്സ്. സോ ഇവിടെ എക്സ്പോണൻഷ്യൽ ഫങ്ഷനാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? നാച്ചുറൽ ലോഗരിതം കൊടുക്കാം. ln ഓഫ് e raised to x ഈക്വൽ ടു ln ഓഫ് 50 എന്ന് കിട്ടും. സോ ln ഓഫ് e raised to x എന്ന് പറഞ്ഞാൽ എന്താണ്? x ആണ്. സോ ഇവിടെ എന്ത് കൊടുക്കാം? x is equal to ln ഓഫ് 50. ln ഓഫ് 50 എന്ന് പറഞ്ഞാൽ 2.708. ഇവിടെ നമുക്ക് കോമൺ ലോഗരിതം വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം എന്താണ്? രണ്ട് സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? കോമൺ ലോഗരിതം വേണമെങ്കിലും കൊടുക്കാം. സോ ഇവിടെ നമ്മൾ കോമൺ ലോഗരിതം കൊടുക്കുകയാണെങ്കിൽ log e raised to x is equal to log 15 എന്ന് വരും. സോ log e raised to x എന്ന് പറഞ്ഞാൽ എന്താണ്? x log e ഈക്വൽ ടു log 15. x ഈക്വൽ ടു log 15 ഡിവൈഡഡ് ബൈ log e ചെയ്യാം, ഈക്വൽ ടു 2.708 എന്ന് കിട്ടും. സോ ഇവിടെ നമ്മൾ നാച്ചുറൽ ലോഗരിതം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടിയും സിമ്പിളായിട്ടും ഫാസ്റ്റായിട്ടും നമുക്ക് ആൻസർ കിട്ടും. രണ്ടും ചെയ്യാം, പക്ഷേ നാച്ചുറൽ ലോഗരിതം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയും സിമ്പിളും ഫാസ്റ്റും ആയിരിക്കും. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് വരുമ്പോഴും ഹയർ മാത്തമാറ്റിക്സിലും നാച്ചുറൽ ലോഗരിതവും സയൻസ് ഓർ ബേസിക് ആൾജിബ്ര പ്രോബ്ലംസിൽ കോമൺ ലോഗരിതമാണ് യൂസ് ചെയ്യുക.